വളരെ ചുരുങ്ങിയ സീസണുകൾ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. അടുത്തിടെ അവസാനിച്ച 6ാം സീസണിലെ മത്സരാർത്ഥികളുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ ആളുകൾക്ക് വിമർശനമുണ്ടെങ്കിലും ഷോയുടെ TRP ഇത്തവണ പുതിയ റെക്കോർഡുകൾ തീർക്കുകയാണ് ചെയ്തത്. സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ സ്റ്റാറുകളുമാണ് സാധാരണഗതിയിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളായി എത്തുക. എന്നാൽ സീസൺ 5 മുതൽ സാധാരണക്കാരുടെ പ്രതിനിധികളും ഷോയിൽ ഉണ്ടാകാറുണ്ട്. സീസൺ 5-ൽ ഗോപികയായിരുന്നുവെങ്കിൽ സീസൺ 6 റസ്മിനും നിഷാനയുമായിരുന്നു കോമണർ വിഭാഗത്തിൽ നിന്നും ഷോയിലേക്ക് എത്തിയത്. ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ നിരവധി ആളുകൾ ഉണ്ടാവും എന്നതിൽ സംശയമില്ല. ഇപ്പോഴത്തെ അവർക്കുള്ള മാർഗനിർദ്ദേശവുമായി സീസൺ 6-ൽ കോമണറായി എത്തി ശ്രദ്ധേയായ മത്സരാർത്ഥി റസ്മിൻ രംഗത്ത് വന്നിരിക്കുകയാണ്. റസ്മിൻ തന്നെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത്. സീസൺ തുടങ്ങുന്നതിന് 2 മാസം മുമ്പ് തന്നെ കോമണർ വിഭാഗത്തിൽ നിന്നും ആളെ ക്ഷണിക്കുന്നതിനുള്ള വീഡിയോ ഏഷ്യാനെറ്റ് പുറത്തുവിടും. ആ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഒരു ഫോൺ എടുത്ത് നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് അവർ പറഞ്ഞ തീയതിക്കുള്ളിൽ അയച്ചു കൊടുക്കുക. പ്രത്യേകം ക്യാമറമാനെ വെച്ച് എടുക്കുന്ന വീഡിയോ വേണമെന്നൊന്നും ഇല്ല. ഞാൻ സെൽഫി പോലെ എടുത്ത ഒരു വീഡിയോയാണ് അയച്ചു നൽകിയതെന്നും റസ്മിൻ പറയുന്നു. നല്ല ആക്റ്റീവായ രീതിയിലുള്ള വീഡിയോ ആയിരിക്കണം. എന്താണ് നിങ്ങളുടെ രീതികളൊക്കെ എങ്ങനെയുണ്ട്, എന്തുകൊണ്ട് ബിഗ് ബോസ് ഷോയിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവണം. വീഡിയോ സൈസിന് പരിധി ഉണ്ടാവണം, അതും ശ്രദ്ധിക്കണം. വീഡിയോ അപ്ലോഡ് ചെയ്ത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് കോൾ വരുന്നത്. അപ്പോഴും നമ്മുടെ കാര്യങ്ങളൊന്നും സംസാരിക്കണം. അതിനുശേഷം ഒരു സൂം കോൾ ഉണ്ടാകും. വീഡിയോയിൽ നമ്മൾ പറയുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ടാകും. കുടുംബം, താല്പര്യം, സ്വഭാവശൈലി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചോദിക്കും. ചില ചോദ്യങ്ങൾ നമ്മെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയുള്ളത് തന്നെയാകും. ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളും ഉണ്ടാകും. ഷോയ്ക്ക് ഉപകാരമുള്ള ആളാണോ എന്ന് നോക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടേതായ ശൈലിയിൽ തന്നെ ഓപ്പണായിട്ട് ഉത്തരം പറയുക. സൂം മീറ്റിംഗ് കഴിഞ്ഞ ശേഷം സെലക്ട് ആയതായി അറിയിച്ച ഒരു കോൾ വരും. അപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കും. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ നടക്കുന്ന ഇന്റർവ്യൂ ആണ്. ബിഗ് ബോസിന്റെ മെയിൻ ആളുകളാണ് അവിടെ ഉണ്ടാവുക. 6ഓളം പേർ നമ്മളെ വീണ്ടും ഇന്റർവ്യൂ ചെയ്യും. സൂം മീറ്റിംഗിൽ ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുക, നമ്മളെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുക. ഇതെല്ലാം വീഡിയോ റെക്കോർഡിംഗ് ആയിരിക്കും. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെ വിവരം അറിയിക്കും. പോകണമെന്ന് അത്രയും ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണുള്ള എപ്പിസോഡുകളൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതൊക്കെ കാണാതെയായിരുന്നു പോയത്. അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ഗെയിം മനസ്സിലാവും. അതുപോലെ തന്നെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് പ്രാധാന്യം കൊടുക്കരുതെന്നും റസ്മിൻ പറയുന്നു.